ഇന്നത്തെ വചനചിന്ത ശത്രുവിൻ്റെ എണ്ണം കൂടുവാനുള്ള കാരണം. ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം 5-ാം തിരുവചനം. കയീന് ഹാബേലിനോട് ഏറ്റവും കോപമുണ്ടായി. കയീൻ്റെ മുഖം വാടി. കയീൻ്റെ മുഖം വാടിയത് എന്തുകൊണ്ട്? ഹാബേലിലും ഹാബേലിൻ്റെ യാഗത്തിലും ദൈവം പ്രസാദിച്ചു. കയീൻ്റെ യാഗത്തിലും ദൈവം പ്രസാദിച്ചില്ല. കയീന് ലഭിക്കാത്ത ദൈവപ്രസാദം, കയീന് ലഭിക്കാത്ത അംഗീകാരം, കയീന് ലഭിക്കാത്ത ചില ദൈവികാനുഗ്രഹങ്ങൾ ഹാബേലിന് ലഭിച്ചപ്പോൾ കയീന് അടങ്ങിയിരിക്കുവാൻ കഴിഞ്ഞില്ല. ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം 8-ാം തിരുവചനത്തിൽ കയീൻ ചിലത് പ്ലാൻ ചെയ്യുകയാണ്. കയീൻ ഹാബേലിനെ കൊല്ലുവാൻ പദ്ധതിയിട്ടു. നാം വയലിലേക്ക് പോക എന്ന് പറഞ്ഞ് അവൻ വയലിലേക്ക് തൻ്റെ സഹോദരനായ ഹാബേലിനെ വിളിച്ചു. ഹാബേലിനെ കൊല്ലുവാനാണ് കൊണ്ടുപോകുന്നതെന്ന് ഹാബേൽ തിരിച്ചറിഞ്ഞില്ല. 1 കൊരിന്ത്യർ 13-ാം അധ്യായത്തിൽ പ്രകാരം പറയുന്നു, സ്നേഹം എല്ലാം വിശ്വസിക്കുന്നു, എല്ലാം പ്രത്യാശിക്കുന്നുവെന്ന്. എന്നാൽ അസൂയ കൊണ്ട് കയീൻ ഹാബേലിനെ കൊന്നു. ഭക്തനായ യാക്കോബിൻ്റെ ഏറ്റവും ഇളയ മകനായിരുന്നു യോസെഫ്. ഏറ്റവും ഇളയ മകനായതുകൊണ്ട്, വാർദ്ധക്യ സഹജത്തിൽ ജനിച്ച മകനായതുകൊണ്ട്, ഉൽപ്പത്തി പുസ്തകം 37-ാം അധ്യായം 4-ാം തിരുവചനം വായിക്കുമ്പോൾ അവിടെ കാണപ്പെടുന്നുണ്ട്, യാക്കോബ് തൻ്റെ ഏറ്റവും ഇളയ മകനായ യോസെഫിനെ അധികമായി സ്നേഹിച്ചു. എന്നാൽ യോസെഫിൻ്റെ സഹോദരങ്ങൾക്ക് അവ അസൂയയ്ക്ക് കാരണമായി. യോസെഫിനെ കൊല്ലുവാൻ അവർ പദ്ധതിയിട്ടു. പൊട്ടക്കിണറ്റിൽ തള്ളിയിട്ടു. മറ്റാർക്കുമില്ലാത്ത ശത്രുത്വം താങ്കൾക്ക് വിരോധമായി എഴുന്നേൽക്കുന്നുണ്ടോ? താങ്കളുടെ മേൽ വീണ അഭിഷേകം വലുതാണ്. അഭിഷേകം ചുമക്കുന്ന താങ്കളെ പൊട്ടക്കിണറ്റിലിട്ടാലും തീയിലിട്ടാലും കാരാഗ്രഹത്തിലിട്ടാലും അഭിഷേകമുള്ളവൻ പുറത്തു വരും. അഭിഷേകമുള്ളവൻ ഏതു പ്രതികൂലങ്ങളിൽ വീണാലും ദൈവം താങ്കളെ എഴുന്നേൽപ്പിക്കും. അത്ഭുതം സംഭവിക്കും. അഭിഷേകം നഷ്ടപ്പെട്ട ശൗൽ അഭിഷേകമുള്ള ദാവീദിന് വിരോധമായി എഴുന്നേറ്റു. ദാവീദ് അറിയാതെ പോയ വഴിയിൽ കുന്തമുണ്ടായിരുന്നു. എന്നാൽ ദാവീദ് അറിഞ്ഞില്ല ആ കുന്തത്തെ ജീവിതത്തിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ദൈവം വഴിമാറ്റി. വചനം ശ്രവിക്കുന്ന പ്രിയ ദൈവജനമേ, താങ്കളുടെ മേൽ വ്യാപരിക്കുന്ന അഭിഷേകം വിരോധമായി വരുന്ന അസ്ത്രങ്ങളെ വഴിമാറ്റുന്നതാകുന്നു. വിരോധമായി ശത്രു എറിയുന്ന ഓരോ അസ്ത്രത്തെയും കർത്താവ് മാറ്റുന്നുണ്ട്. താങ്കളെയോ താങ്കളുടെ തലമുറയോ പിശാചിനെ തൊടുവാൻ സാധിക്കത്തില്ല. കാരണം താങ്കളെ വഴിമാറ്റി നടത്തുന്ന ദൈവിക സാന്നിധ്യം താങ്കളുടെ കൂടെയുണ്ട്. ഭക്തനായ മോശയുടെ മേൽ ദൈവത്തിൻ്റെ അഭിഷേകമുണ്ടായിരുന്നു. മോശ ഹോരേബ് പർവ്വതത്തിൽ നിന്നിറങ്ങുമ്പോൾ മോശയുടെ ത്വക്ക് പ്രകാശിച്ചു. 120 വർഷം ഭക്തനായ മോശയെ ദൈവം ഒരുക്കി. 40 വർഷം ഫറവോൻ്റെ കൊട്ടാരം, 40 വർഷം മരുഭൂമി, 40 വർഷം കനാൻ ദേശത്തേക്കുള്ള യാത്ര. 40 വർഷം ഫറവോൻ്റെ കൊട്ടാരത്തിലായിരിക്കുമ്പോൾ ദൈവശബ്ദം കേട്ടിരുന്നില്ല, സ്വർഗീയ സാന്നിധ്യം അനുഭവിച്ചിരുന്നില്ല. എന്നാൽ മരുഭൂമിയിൽ മുൾപ്പടർപ്പിൽ, കത്തുന്ന മുൾപ്പടർപ്പിൽ ദൈവത്തിൻ്റെ ശബ്ദം കേട്ടു. അധികാരമുള്ളവനായി വീണ്ടും മിസ്രൈമിലേക്ക് ദൈവം ഭക്തനായ മോശയെ അയക്കുന്നു. ഭക്തനായ മോശ 40 വർഷം ഫറവോൻ്റെ കൊട്ടാരത്തിലായിരിക്കുമ്പോൾ അവിടെ രാജഭരണം, രാജാവ്, ഫറവോൻ സകലരും മോശയെ ഫറവോനാക്കി മാറ്റി. അടുത്ത ഫറവോൻ മോശയായിരിക്കുമായിരുന്നു. മനുഷ്യൻ മോശയെ ഫറവോനാക്കാൻ നോക്കിയപ്പോൾ അവിടെ നിന്ന് മോശ യിത്രോയുടെ ഭവനത്തിലേക്ക് കടന്നു വന്നപ്പോൾ ഇടയനായ യിത്രോ മോശയെ ഒരു ഇടയനാക്കുവാൻ ശ്രമിച്ചു. എന്നാൽ കത്തുന്ന മുൾപ്പടർപ്പിൽ ദൈവത്തിൻ്റെ ഇടപെടൽ സംഭവിച്ചപ്പോൾ അവൻ ചിന്തിച്ചതിനും അവൻ പ്രതീക്ഷിച്ചതിനുമൊക്കെയും അപ്പുറമായി ഭക്തനായ മോശയുടെ ഒരൊറ്റ വാക്കിൽ സകലരും അനുസരിക്കുന്ന നിലവാരത്തിൽ അധികാരത്തെ നൽകുവാനിടയായി. ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചാൽ വിചാരിക്കാത്ത, ചിന്തിക്കാത്ത അത്ഭുതമായി താങ്കൾ മാറും.
ദൈവകരങ്ങളിൽ പൂർണ്ണമായി സമർപ്പിക്കുക. എത്ര പ്രതികൂലങ്ങൾ കടന്നു വന്നാലും അവയുടെ മേലൊക്കെയും ദൈവത്തിന് വലിയ പദ്ധതിയുണ്ട്. താങ്കളുടെ മേൽ ശത്രുക്കളുടെ കരം ചലിക്കുന്നത്, താങ്കൾക്ക് വിരോധമായി അനേകം ഫറവോന്റെ ശക്തികൾ എഴുന്നേൽക്കുന്നത് താങ്കളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ വാഗ്ദത്തം വലുതായതുകൊണ്ടാണ്. ആകയാൽ ദൈവകരം മുറുകെ പിടിച്ച് മുന്നോട്ട് ചലിപ്പാൻ വചനം ശ്രമിക്കുന്ന ഏവർക്കും കർത്താവ് കൃപയും അധികാരം നൽകുമാറാകട്ടെ. ഗോഡ് ബ്ലസ് യു.